ശബരിമലയിലെ കട്ടിളപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അതേസമയം ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് ജാമ്യത്തിനുള്ള സാധ്യത. കാരണം സ്വാഭാവികമായ ജാമ്യം പത്മകുമാറിന് ലഭിക്കേണ്ടതാണ്. എന്തൊക്കെ വാദങ്ങളായിരുന്നു പ്രധാനമായും കോടതിയിൽ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്? എന്തായാലും അടുത്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല എങ്കിൽ പോലും ഇപ്പോഴത്തെ ജാമ്യം അത് എത്രത്തോളം ആശ്വാസകരമാണ്? പലവട്ടം അഭിലാഷ് ഈ ജാമ്യത്തിന് വേണ്ടി പത്മകുമാർ ശ്രമം നടത്തിയതാണ്. സ്വാഭാവിക ജാമ്യത്തിനപ്പുറം ഈ കേസിൽ തനിക്ക് പങ്കില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് പത്മകുമാർ പല ശ്രമങ്ങളും നടത്തിയതാണ്. പ്രധാനമായും ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ താനെടുത്ത തീരുമാനങ്ങളൊന്നും ഈ സ്വർണ്ണമോഷണത്തിന് ഇടവയ്ക്കുന്നതായിരുന്നില്ല. മാത്രമല്ല, ഇതിലൊന്നും തനിക്ക് മാത്രമായിരുന്നില്ല ഉത്തരവാദിത്വം, കൂട്ടുത്തരവാദിത്തമാണ്. സാങ്കേതികമായി ബോർഡിൻ്റെ അധ്യക്ഷൻ എന്ന രീതിയിൽ എടുത്ത നടപടിക്രമങ്ങൾ മാത്രമാണ്. അതിനപ്പുറം ഈ ഗൂഢാലോചനയിൽ തനിക്കൊരു പങ്കാളിത്തവുമില്ല എന്നതാണ് പത്മകുമാർ വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കോടതികളിലെ വാദമുഖങ്ങളിലൊന്നും ഇത് അംഗീകരിക്കപ്പെട്ടില്ല. ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെ വന്നതോടെയുള്ള സ്വാഭാവിക ജാമ്യമാണ് ഇപ്പോൾ കട്ടിളപ്പാള കേസിൽ പത്മകുമാറിന് അനുകൂലമായി ഉണ്ടാവുന്നത്. പക്ഷേ പുറത്തിറങ്ങാനാവില്ല. ദ്വാരപാലക ശില്പ കേസിൽ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ ഇനിയുമുണ്ട്. അതിൻ്റെയും നടപടിക്രമങ്ങൾ വരുന്ന മുറയ്ക്ക് ഒരു പക്ഷേ പത്മകുമാറിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞേക്കാം. പ്രധാനമായ ഒരു കാര്യം അഭിലാഷ്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ള 3 പ്രധാനികൾ, ഒന്ന് മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളാണ് പത്മകുമാർ, ഒപ്പം തന്നെ ശങ്കർദാസ്, ഒപ്പം വിജയകുമാർ. ഈ 3 പേരുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇവർക്ക് സ്വാഭാവികമായ ജാമ്യം കിട്ടിവതേക്കാം. ഇന്നലെ രാജീവര് പുറത്തിറങ്ങിയതിന് സമാനമായി 6 പേരാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് 2 പേർക്ക് സ്വാഭാവിക ജാമ്യമല്ല. 45 ദിവസത്തിലധികം കസ്റ്റഡിയിലിരിക്കെ അവരുടെ വാദമുഖങ്ങൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചുള്ള ജാമ്യമാണ് ലഭ്യമായത്. ഒന്ന് രാജീവര്, മറ്റൊന്ന് സുധീഷ് കുമാർ. 2 പേർക്കും സ്വാഭാവിക ജാമ്യമല്ല കിട്ടിയത്. ബാക്കി എല്ലാവർക്കും സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത് എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് ആശ്വാസകരമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പത്മകുമാറിന്റെ വാദങ്ങളൊന്നും ഇതുവരെ കോടതി അംഗീകരിച്ചിട്ടില്ല. പലതവണ സൂചിപ്പിച്ചതുപോലെ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നുവെങ്കിലും അത്തരം വാദങ്ങളൊന്നും കോടതി അംഗീകരിക്കാതിരുന്ന സാഹചര്യമുണ്ട്. അവിടെയാണ് ഈ 90 ദിവസം പൂർത്തിയായ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായ ജാമ്യം ലഭിക്കുന്നത്. ഒപ്പം തന്ത്രി കഴിഞ്ഞ ദിവസം, അതായത് തന്ത്രിക്ക് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം ലഭിച്ചത്. അത് 41 ദിവസത്തിന് ശേഷമായിരുന്നു ജാമ്യം ലഭിച്ചത്. അവിടെയാണ് സജിത്ത് സൂചിപ്പിച്ചത് തന്ത്രിയുടേത് സ്വാഭാവിക ജാമ്യം അല്ലായിരുന്നു എന്നത്. അങ്ങനെ തന്ത്രി പുറത്തിറങ്ങിയ ഒരു പശ്ചാത്തലമുണ്ട്. സജിത്ത്, ഈ തന്ത്രി പുറത്തിറങ്ങുമ്പോൾ അവിടെ കോടതിക്ക് മുന്നിൽ SIT ഉന്നയിച്ച പല വാദങ്ങളും പൊളിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായല്ലോ. അതായത് തന്ത്രിയുടെ അറിവോടെയാണ് എല്ലാം നടന്നത്. അതോടൊപ്പം തന്നെ വാജിവാഹനം സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് പിന്നെ തന്ത്രിയുടെ സ്വത്ത് ഏതാണ്ട് 2,60,00,000 രൂപയുടെ അക്കൗണ്ട് ഉണ്ട്. ഇത്തരം വാദങ്ങളെല്ലാം ഉള്ളപ്പോൾ പോലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതെ പോകുന്നു. സ്വാഭാവികമാണ്, അതിൻ്റെ ഒരു കേസും മെറിറ്റുമൊക്കെ മറ്റൊരു ഘടകമാണ്. എങ്കിൽ പോലും ജാമ്യാപേക്ഷയിൽ ഇത്തരം വാദങ്ങൾ കോടതി അംഗീകരിക്കുകയാണ് ചെയ്തിരുന്നത് എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകുന്ന പശ്ചാത്തലമുണ്ടോ? തന്ത്രിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. തന്ത്രി ജാമ്യത്തിന് വേണ്ടി മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചു എന്നതാണ് അതിൻ്റെ സാഹചര്യം. പക്ഷേ കോടതിയിൽ നിന്നോ നിയമ നടപടികളിൽ നിന്നോ തന്ത്രി വിമുക്തനാവുന്നില്ല. സ്വാഭാവികമായ ആക്ഷേപങ്ങൾ ഉണ്ടാവാം. കൂടുതൽ വലിയ ഫ്രെയിം ചെയ്തുകൊണ്ട് ഈ മാർച്ച് 31 മുമ്പ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെടും. അതാണ് SIT ഇന്നലെ കോടതിയെ അറിയിച്ചത്. സ്വാഭാവികമായും തന്ത്രിക്കെതിരെ കൂടുതൽ കേസുകൾ ഫ്രെയിം ചെയ്ത് എത്താനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. മുമ്പ് പലവട്ടം ജാമ്യശ്രമങ്ങൾ നടത്തിയിട്ടും തന്ത്രിക്ക് തിരിച്ചടി ഉണ്ടായിരുന്നു. ഒടുവിലാണിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ തീരുമാനമുണ്ടാവുന്നു എന്ന സാഹചര്യമാണ് പ്രധാനപ്പെട്ടത്. ഇതിൽ അഭിലാഷ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്ത്രിയുടെ വാദമുഖങ്ങളാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം തന്ത്രി സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയിലെ വാദത്തിൻ്റെ ചില കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ശ്രദ്ധേയമാണ്. അതിലൊന്ന്, ഈ ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിലുള്ള അതൃപ്തി, അതിനുള്ള പക തീർക്കുകയാണ് തന്നോട് ഉണ്ടായത് എന്ന വാദം തന്ത്രി ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ്. അതായത് യുവതീ പ്രവേശനം നടന്നതിന് ശേഷം അവിടെ പുണ്യാഹം തളിച്ചുകൊണ്ടുള്ള തന്ത്രിയുടെ നടപടികളൊക്കെ ഏറെ വിവാദമായിരുന്നു. ദേവസ്വം ബോർഡും സർക്കാരും തന്ത്രിക്കെതിരെ പരസ്യമായി എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അന്ന് തന്ത്രി കണ്ഠർ രാജീവരായിരുന്നു ചുമതലയുണ്ടായിരുന്ന തന്ത്രി. സ്വാഭാവികമായും തൻ്റെ ആ നടപടികൾ
വലിയ രീതിയിൽ പ്രതികാരത്തിന് ഇടവച്ചിട്ടുണ്ട്. ആ പ്രതികാരം തീർക്കലാണ് തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ ഉണ്ടായത് എന്നതാണ് തന്ത്രിയുടെ ഒരു വാദം. മറ്റൊരു കാര്യമുള്ളത്, ഈ ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതും മറ്റൊരു കാരണമായിട്ടുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്രം തുറന്നിടണം എന്നൊരു വാദമുഖം ഉയർന്നു വന്നിരുന്നു. അത് താൻ തടഞ്ഞിരുന്നു. അതിൻ്റെ താന്ത്രിക വിധികളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തൻ്റെ ഒരു നീക്കമുണ്ടായിരുന്നത്. അതിൻ്റെ പകതീർക്കലും ഉണ്ടായിരുന്നു. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ ബന്ധമുണ്ട്, ഗൂഢാലോചന നടത്തി എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു എന്ന വാദം കൂടി തന്ത്രി കണ്ഠര് രാജീവര് SITക്കെതിരെ, സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചു. SIT ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ പക തീർത്തു എന്ന വാദം ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. അതായത് മന്ത്രിമാരും VIP-കളുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്ന ബന്ധം മറയ്ക്കാൻ തന്നെ പഴുതാക്കിക്കൊണ്ടൊരു നീക്കം നടത്തി എന്ന കാര്യം കൂടിയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ വാജി വാഹനം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതിൽ സംബന്ധിച്ചും വലിയ രീതിയിലുള്ള സീനുണ്ടാക്കി ഗൂഢാലോചന ബോധപൂർവമായി വരുത്തി തീർക്കാൻ ശ്രമം നടന്നു എന്ന രീതിയിൽ കൂടി നീക്കം നടത്തുന്നു. അതായത് തന്ത്രി കണ്ഠര് രാജീവരുടെ ഈ നിയമനീക്കത്തിൽ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. SITക്ക് എതിരെ മാത്രമല്ല, അത് സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള SITയുടെ നീക്കമാണ് ഉണ്ടായത്. അതിന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.